ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതി ജ്ഞാനമൂർത്തയേ നമ. നമസ്തേ രാമായാത്മരാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം. നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കേണം. ദേവദേവേശ പുനരന്നു അപേക്ഷിച്ചിടുന്നേൻ. നിന്മഹാമായാദേവി എന്നെ മോഹിപ്പീടായ അംബുജ വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങിനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ല എന്നെ. ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. രാമലക്ഷ്മണന്മാരും ജാനകിയും പിന്നെ ശ്രീമയമായ ജാതനായി ഇതു ഭൂവി മാർത്താണ്ഡ കുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരത ശത്രുഘ്നന്മാർ ശംഖചക്രങ്ങളാൽ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം നാനാതാപസ കുല സേവിതമസ്ഥല ഓർത്തോളം മതി കശ്മല അതിങ്കലുള്ള ആസ്തയാ മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭഗവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭഗവാൻ തന്നെ കേവലം എന്നാകിലും ത്വന്മന്ത്ര ജപന്മാരായ ജനങ്ങളെ ത്വന്മഹാമായ ദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദങ്ങളെ പോലെ വിശേഷ പോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി ഇവിടെയുണ്ട്. ഇത് കണ്ടിട്ട് ഓ